ആത്മാക്കളെയും പ്രേതങ്ങളെയും അദൃശ്യ ശക്തികളെയും വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ ഒരു വീഡിയോ കാണാം. ഞങ്ങളാരെയും വെല്ലുവിളിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു നശിച്ച സമയത്ത് വന്ന അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം, അതിനെ തടയിടാൻ, അതിനെ ഇല്ലാതാക്കാനായി അവൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് കൂട്ടുകാരാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കൊരു മണ്ടത്തരമായി തോന്നിയേക്കാം, അല്ലെങ്കിൽ വെറുമൊരു അന്ധവിശ്വാസം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മറ്റു വഴികളില്ല എന്നുള്ളതാണ് സത്യം. ബാലേട്ടൻ പറഞ്ഞ പ്രകാരം ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന തീർത്ഥവും ചെറുനാരങ്ങയും ഈ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിഭീകരമായിരുന്നു. ഹാരിസിൻ്റെ ഉള്ളിൽ പതിയിരുന്ന ആ ഒരു ആത്മാവ് കലിതുള്ളി പുറത്തു വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. നമ്മൾ ബാലേട്ടൻ പറഞ്ഞ പ്രകാരം ബാലേട്ടൻ അടുത്തല്ല ആ ഭദ്രകാളി ക്ഷേത്രം നമ്മൾ അത്ര അടുത്തൊന്നുമല്ല കേട്ടോ. അപ്പം അത്രയും ദൂരം മൂപ്പര് അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ കൊണ്ട് ആ ഒരു സമയത്ത് തന്നെ പോയി വന്നു. അതായത് ഇന്നലെ മൂപ്പര് അവിടുന്ന് കട അടച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് നാരങ്ങ ഇതാണ് കേട്ടോ കാണിച്ചു കൊടുക്ക്. ഇത് സാധാരണ ഒരു നാരങ്ങയല്ല, ഇത് അവിടെ ആ ഒരു പൂജാരി അവിടുന്ന് പൂജിച്ച് കൊടുത്തൊരു നാരങ്ങയാണ്. ഇത് അവിടുത്തെ തീർത്ഥാണ്. ഇതാണ് തീർത്ഥം. ഈ തീർത്ഥം അതുപോലെ തന്നെ ഈ നാരങ്ങി ഈ റൂമിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കാനാണ് ബാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും വെക്കാം, പക്ഷെ വെക്കണ ഭാഗം ഒന്ന് വൃത്തിയാക്കുക. ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം അവിടെ വെക്കുക എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഞങ്ങൾ രണ്ടും ചെയ്യണം. അതായത് നമുക്ക് പുതിയ കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ ഒരു കാലത്ത് വന്നിട്ട് നമ്മൾ പഴയ കാലത്തെ ആളുകൾ ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട് അല്ലേ? എത്രയുണ്ട്, കുറേ ആൾക്കാരെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത അതേ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ചെയ്യാണ്. നമ്മൾ വിചാരിക്കേണ്ടാവും നമ്മളിത് വെറുതെ കാട്ടിക്കൂട്ടണമെന്നൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മളെ ഈ റൂമിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഈ റൂമിൽ നിൽക്കണം എന്ന് പറഞ്ഞൊന്ന് ചലഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് പേടിച്ച് ഓടിയ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ ഇത് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. കാരണം ഈ ഒരു ഇതിൽ ഈ ഒരു തീർത്ഥം ഇതിൻ്റെ കളർ ഇപ്പോൾ നോക്കിക്കോട്ടെ നിങ്ങൾ, വെറും പച്ച വെള്ളമാണിത്. നാരങ്ങ ഇതേപോലെ തന്നെയാണ്. ഇതിന് രണ്ടിനും എന്തെങ്കിലും മാറ്റങ്ങൾ നാളെ രാവിലെ ഞങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ബാലേട്ടൻ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തീർത്ഥത്തിന്റെ കളർ ചുവപ്പ് നിറാവും. ഈ നാരങ്ങ ഉണച്ചു നോക്കുന്ന സമയത്ത് ചുവപ്പ് കളറായിട്ടുണ്ടാവും. അതാണ് ബാലേട്ടൻ പറഞ്ഞ കാര്യം. അതെന്താവും എന്നുള്ള കാര്യം നാളെ രാവിലെ വന്നാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാമറ ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യണ പോലെ തന്നെയാണ്. എങ്ങനെ മാറുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ക്യാമറ വയ്ക്കുന്നത്. ഇത് രണ്ടും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു കിതക്കണേ. ഇതിവിടെ വെച്ചിട്ട് നാളെ രാവിലെ ഞങ്ങൾ വന്ന് നോക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ആരിസ് ഞങ്ങളെ കൂടെ ഇല്ല. ആരിസിനെ ഞങ്ങളിവിടെ ഈ കാര്യമായിട്ട് അറിയിച്ചിട്ടുമില്ല. ആരിസ് അവിടെ ഇന്നലെ നാട്ടിൽ നമ്മളെ ബാലേട്ടൻ്റെ അവിടെ തന്നെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യം എന്താ വെച്ചാൽ ആരിസ് എന്തായാലും ഇവിടെ വന്നിട്ട് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ വെക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് അല്ലേ. നമുക്ക് ഈ ഭാഗത്ത് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇവിടെ വെച്ചാലോ, ഇവിടെ വെക്കാം. അപ്പോൾ നാരങ്ങ, അതായത് ഞങ്ങൾ ഇത് ഇവിടെ വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പേരിൻ്റെ അടുത്താണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആരിസ് വന്നൊന്നും ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് പേര് ഇത് മാറ്റിയിട്ട് ഈ പേരിനോടാണ് ആരിസ് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് കിടക്കുക ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വെക്കാൻ കാരണം. ഇത് ഇവിടെ വെക്കണേക്കാളും പറ്റിയൊരു സ്ഥലം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വെക്കണത്. ഇനി എന്താണ് ഇവിടെ രാത്രി സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ തൊട്ട് മുകളിൽ എല്ലാ പ്രാവശ്യം വെക്കണ പോലെ തന്നെ മുകളിലാണ് ക്യാമറ വെക്കുന്നത്. നാളെ രാവിലെ നോക്കല്ലേ. ഓക്കെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. വേറെ ഇതിലൊന്നും ചെയ്യാൻ ചേട്ടാ. നാളെ രാവിലെ കാണാം. ബാലേട്ടൻ പറഞ്ഞത് എന്താവും ഇല്ല എന്നുള്ളതൊക്കെ അല്ലേ, എന്ത് സംഭവിക്കും. കാരണം ഈ ഇത് ചുവപ്പ് നിറവും അതുപോലെ തന്നെ നാരങ്ങ നോക്കിയപ്പോൾ ചുവപ്പ് നിറം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ്
ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇതൊന്നും ഇല്ലാണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതാ ആയുസിന് ഒരു നല്ല ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കാനുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ചിലപ്പോൾ നമ്മളെ തോന്നലുകളായിരിക്കും. ചിലപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ച് സൈക്കാട്രിസ്റ്റ് കാണിച്ചിട്ട് പെട്ടെന്ന് മാറ്റി ചികിത്സിക്കാം. ഇനിയിപ്പോൾ സമയം എടുത്താലും ശരി മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് കൂടുതലെന്ന കമൻറ്റുകളും. ബാക്കി രീതിയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇത് ഞങ്ങളൊരു വെറുതെ ഒരു സംശയം തീർക്കൽ മാത്രമാണ്. ബാലേട്ടൻ പറഞ്ഞ പ്രകാരം ഈ റൂമിൽ എന്തെങ്കിലും ഒരു അദൃശ്യ ശക്തി ഉണ്ടെങ്കിൽ അതിനെ അറിയാനായി മാത്രമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു പരീക്ഷണം. പക്ഷേ അന്ന് രാത്രി ഏകദേശം 12:30 മണിയായപ്പോൾ CCTV ക്യാമറയിൽ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ റൂമിലേക്ക് എത്തിയത് ഒരു ആത്മാവോ അല്ലെങ്കിൽ മറ്റൊരു അദൃശ്യ ശക്തിയോ ആയിരുന്നില്ല, ഹാരിസായിരുന്നു. പക്ഷേ ഹാരിസിൻ്റെ മുഖഭാവവും ശരീരഘടനയും തീർത്തും വ്യത്യസ്തമായിരുന്നു. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്.